ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും അനുണനീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കുക. ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ജീവിതത്തിൽ പരാജയം അനുഭവിക്കാൻ കാരണമെന്താണ്? പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, കോവിഡ് കഴിഞ്ഞതിന് ശേഷമുണ്ടായ കാലഘട്ടത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, യുവജനങ്ങളിൽ, കുടുംബജീവിതം നയിക്കുന്നവരിൽ അനേകം പേരിൽ പരാജയം അനുഭവിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പരാജയം എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വിജയം പ്രാപിക്കാനുള്ള വഴികൾ ദൈവം തുറന്നു തരും. ഒരു 10 കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ബോധ്യങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടമായ ഒരു കാര്യമാണ് ആദ്യമായിട്ട് സൂചിപ്പിക്കുന്നത്. അതായത്, ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരു കുഞ്ഞ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ, പഠനത്തിലായിക്കൊള്ളട്ടെ, ഭാവി ജീവിതമായിക്കൊള്ളട്ടെ, വിജയം പ്രാപിക്കാനുള്ള അടിസ്ഥാനപരമായ ഒന്നാമത്തെ കാര്യമാണ് വിശുദ്ധിയോടെ പഠിക്കുക എന്നുള്ളത്. പലപ്പോഴും ജീവിതത്തിൽ പരാജയം അനുഭവിക്കുന്നതിന് ഒരു കാരണം മനുഷ്യൻ്റെ പാപമാണ്. നമുക്കറിയാം, ആദ്യ പുസ്തകം ഏദൻ തോട്ടം മുതൽ മനുഷ്യൻ്റെ പരാജയം ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് പാപം ചെയ്യുന്നതുകൊണ്ടാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് എന്ന് അശുദ്ധി കടന്നു വരുന്നോ അന്ന് മുതൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ പരാജയം അനുഭവിക്കുകയാണ്. നമുക്കറിയാം, ഏദൻ എന്ന തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ച ആദമും ഹവ്വയും വളരെ സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ ദൈവത്തോടു കൂടെ, പക്ഷികളോടും മൃഗങ്ങളോടും പർവ്വതജാലങ്ങളോടും കൂടെ ആനന്ദിച്ച്, സന്തോഷിച്ച്, ആഹ്ലാദിച്ച് ജീവിച്ചിരുന്നവർ. അവർ പാപം ചെയ്തപ്പോൾ, അവരുടെ ജീവിതത്തിലേക്ക് അശുദ്ധി വന്നപ്പോൾ അവരുടെ ജീവിതം പരാജയമായി മാറുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ജീവിത പരാജയം ആരംഭിക്കുന്നത് എന്നാണോ മനുഷ്യൻ പാപം ചെയ്യുന്നത്, ആ നിമിഷമാണ്, ആ ദിവസമാണ്. നമുക്കറിയാം, വിദ്യാർത്ഥികളുടെ കാര്യമാണെങ്കിൽ ഈ കോവിഡിന് മുമ്പ്, ഈ പകർച്ചവ്യാധിക്ക് മുമ്പ് നന്നായി പഠിച്ചുകൊണ്ടിരുന്ന അനേകം വിദ്യാർത്ഥികൾ പഠനത്തിൽ പരാജയരായി. അതിൻ്റെ കാരണം പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ചില പാപ ദുശീലങ്ങളാണ്, ചില അഡിഷനാണ്. അത് ഫോണിനോടുള്ള അഡിഷനായിരിക്കാം, ഫോണിലൂടെ, ഇൻ്റർനെറ്റ്, ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഉണ്ടാകുന്ന അതിപ്രസരം, അതിനുള്ള അഡിഷൻ അനേകം കുഞ്ഞുങ്ങളെ മാനസിക രോഗികളാക്കി മാറ്റിയിട്ടുണ്ട്, പഠന വൈകല്യമുള്ളവരാക്കി മാറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ കാലഘട്ടത്തിലുണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങൾ മാറാൻ വേണ്ടി മയക്കുമരുന്നിനും മദ്യത്തിനും പുകവലിക്കും അടിമയായ അനേകം വിദ്യാർത്ഥികൾ. നമുക്കറിയാം, ഇന്ന് സമൂഹ മാധ്യമങ്ങളിലെല്ലാം നാം കേട്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾ കൈവിട്ടുപോയ കാലഘട്ടമാണ്. അധ്യാപകർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാലഘട്ടം. മാതാപിതാക്കളുടെ കയ്യെത്ത ദൂരത്തായി മക്കൾ പാപത്തിൽ ജീവിക്കുന്ന കാലം. സ്വന്തം മക്കൾ പിടിക്കപ്പെടുമ്പോഴാണ് മാതാപിതാക്കൾ അറിയുന്ന എൻ്റെ മകൻ, എൻ്റെ മകൾ പാപത്തിൻ്റെ അടിമത്വത്തിലായിരുന്നു എന്ന്. ഇന്ന് നാം കേട്ടുകേൾവിയില്ലാത്ത അനേക പാപങ്ങൾക്ക് നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് ഇന്ന് യുവജനങ്ങൾ, അടിമയായി മാറിയിരിക്കുകയാണ്. ഒത്തിരി പ്രതീക്ഷയോടെ, ഒത്തിരി ആഗ്രഹത്തോടെ വിദ്യാഭ്യാസത്തിനായി അയച്ച, സ്കൂളിൽ കോളേജിൽ വിദ്യാഭ്യാസത്തിനായി അയച്ച അനേകം മക്കൾ ഇന്ന് ലക്ഷ്യബോധമില്ലാതെ പാപത്തിൻ്റെ അടിമത്വത്തിൽ, ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട്, ജഡത്തിൻ്റെ ആസക്തികൾക്ക് അടിമപ്പെട്ട്, ദൈവത്തെ മറന്ന് സ്വന്തം സുഖ സൗകര്യങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുന്ന അനേകം മക്കൾ. ഇവിടെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവരുടെ മാതാപിതാക്കൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത്, പഠിക്കുന്നൊരു വിദ്യാർത്ഥി എത്രമാത്രം വിശുദ്ധിയോടെയാണ് പഠിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ പഠനത്തിൻ്റെ പരാജയം, അതിൻ്റെ മൂല കാരണം പരിശോധിക്കുമ്പോൾ അത് പാപമാണെന്ന് വ്യക്തമായിട്ട് തെളിയിക്കാൻ സാധിക്കും. പലപ്പോഴും ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷ ഒരുക്ക ധ്യാനം, പഠന ആരംഭ ധ്യാനം, പഠനാനുഭവ ധ്യാനം എന്നൊക്കെ പല ധ്യാനങ്ങൾ ക്രമീകരിക്കുമ്പോൾ പല മാതാപിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട്, ഇവൻ 8ാം ക്ലാസ് വരെ, അല്ലെങ്കിൽ 9ാം ക്ലാസ് വരെ, അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിക്കുമ്പോൾ, +1 വരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയാണ്. അതിനുശേഷം പഠനം പരാജയമായി. അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മകൻ, എൻ്റെ മകൾ പഠനത്തിൽ പരാജയം അനുഭവിക്കാൻ തുടങ്ങി.
ഇതിൻ്റെ കാരണം പരിശോധിക്കുമ്പോൾ എന്ന് മുതലാണോ ഒരു വിദ്യാർത്ഥി പഠനത്തിൻ്റെ മേഖലയിൽ പരാജയം അനുഭവിക്കുന്നത്, അത് പാപം ചെയ്യുമ്പോഴാണ്. എന്ന് മുതലാണോ ഒരു വിദ്യാർത്ഥി പാപം ചെയ്യുന്നത്, അന്ന് മുതൽ ആ വ്യക്തിയുടെ പഠനം, ഭാവി ജീവിതം പരാജയത്തിലേക്ക് പോവുകയാണ്. ഇത് കേൾക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥിനുണ്ടെങ്കിൽ ഒന്ന് സ്വയം പരിശോധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണോ പരാജയം, എന്നാണോ നിങ്ങൾ പാപം ചെയ്തത്, അന്ന് മുതലാണ് ആ പരാജയം ആരംഭിച്ചത്. മാതാപിതാക്കൾ, അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധിയോടെ പഠിക്കുന്ന മക്കളാണോ? അവരുടെ ജീവിതത്തിൽ പാപം സ്വാധീനം കടന്നുണ്ടോ? ആൺകുട്ടികളെക്കാൾ കൂടുതൽ പാപദുശീലങ്ങൾക്ക് അടിമയായി മാറുന്നത്, പല ഫോൺ അഡിക്ഷനും മറ്റ് പല ലഹരികൾക്ക് അടിമയായി തീരുന്നത് പെൺകുട്ടികളാണെന്ന് ഇന്ന് സമൂഹ മാധ്യമങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുകയാണ്. പെൺകുട്ടികളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുകയാണ് മാതാപിതാക്കൾ. പെൺകുട്ടികൾ അങ്ങനെയൊന്നും ചെയ്യില്ല, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ ഒതുങ്ങി ജീവിക്കുന്നവരാണ്, അവർ അങ്ങനെ വലിയ പാപം ചെയ്യില്ല, അല്ലെങ്കിൽ ദുശീലങ്ങൾക്കൊന്നും അടിമപ്പെടില്ല, മയക്കുമരുന്നിനോ അല്ലെങ്കിൽ ദുശീലങ്ങൾക്കൊന്നും അടിമപ്പെടുകയില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു ഈ കോവിഡിന് മുമ്പ് വരെയുള്ള കാലഘട്ടം. എന്നാൽ ഈ കാലഘട്ടം അങ്ങനെയല്ല. ഇന്ന് നാം ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്ന വ്യക്തികൾ പോലും, കുഞ്ഞുങ്ങൾ പോലും വലിയ ബന്ധനങ്ങളിൽ, പാപത്തിൻ്റെ ബന്ധനങ്ങളിലേക്ക് വീണു പോവുകയാണ്. അതുകൊണ്ട് ഈ ദൈവവചനം കേൾക്കാൻ ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോ വ്യക്തികളും നശിച്ചു പോകുന്ന, പാപത്തിൽ വീണ് കിടക്കുന്ന അനേകം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. പാപത്തെ പച്ചവെള്ളം പോലെ ഊറ്റിക്കുടിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് വിജയം പ്രാപിക്കാൻ പാപത്തിനെതിരെ ഒരു പോരാട്ടം ആവശ്യമാണ്. കർത്താവിന്റെ വചനം പറയുകയാണ്, നിങ്ങൾ പ്രാണത്യാഗത്തോളം പാപത്തിനെതിരെ പോരാടണം. പാപത്തെ വെറുത്തുപേക്ഷിച്ചാൽ മാത്രം പോരാ, പാപത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന, പാപത്തിനെതിരെ പോരാടുന്ന ഒരു പടയാളിയായി മാറണം. കർത്താവായ യേശു ക്രിസ്തു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. പാപത്തിന് പരിഹാര ബലിയായിട്ടാണ് ക്രൂശിൽ കിടന്ന് രക്തത്തിൽ കുളിച്ച് വേദനയോടെ പിടഞ്ഞ് മരിച്ചത്. അങ്ങനെയെങ്കിൽ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം കർത്താവും ദൈവവുമായ ഹൃദയത്തിൽ സ്വീകരിച്ച്, ഹൃദയത്തിൽ പാപത്തിൻ്റെ ഏതെങ്കിലും മാലിന്യങ്ങളുണ്ടെങ്കിൽ യേശുവേ നിൻ്റെ പരിശുദ്ധമായ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ പരിശുദ്ധമായ രക്തത്താൽ കഴുകൽ പ്രാപിച്ചാൽ ആ നിമിഷം നമ്മുടെ ജീവിതത്തിൽ വിജയമാണ്. ആരാണ് വിജയം പ്രാപിക്കുന്നത്, ആരാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്? കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. അത് പഠനത്തിൽ മാത്രമല്ല, ഏത് മേഖലയിൽ വ്യാപരിക്കുന്ന ഏത് വ്യക്തിയായിക്കൊള്ളട്ടെ, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ രക്ഷ പ്രാപിക്കും. ജീവിതത്തിൽ പരാജയം അനുഭവിക്കുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ, പഠനത്തിലോ ജോലിയിലോ ഭാവി ജീവിതത്തിലോ ഏത് ജീവിതത്തിലെങ്കിലും അനേക നാളുകളായിട്ട് പരിശ്രമിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയാതെ, വിജയം പ്രാപിക്കാൻ കഴിയാതെ, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പരാജയമാണെങ്കിൽ സ്വയം ആത്മശോധന ചെയ്യണം. ഞാനൊരു വിശുദ്ധ ജീവൻ നയിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ പരാജയത്തിൻ്റെ മൂലകാരണം പാപമാണോ? ദൈവം അരുത് എന്ന് പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ? ചെയ്യണമെന്ന് ദൈവം കൽപ്പിച്ച ചില കാര്യങ്ങൾ ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ടോ? ദൈവകൽപ്പനകൾ ലംഘിച്ച് അഥവാ പാപം ചെയ്ത് ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട്, ജഡത്തിൻ്റെ ആസക്തികൾക്ക് അടിമപ്പെട്ട്, പിശാചിൻ്റെ കയ്യിൽ ഒരു ഉപകരണമായി നിത്യ നരകത്തിലേക്ക് യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ് എങ്കിൽ, ഇതാ ഏത് പാപിക്കും പാപമോചനം പ്രാപിക്കുവാൻ, എവിടെയാണോ നിങ്ങൾ പരാജയപ്പെട്ടത് അവിടെ വിജയം പ്രാപിക്കാൻ, വിശ്വസിക്കുന്നവർക്ക് തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം ഇന്നും പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. അതിനെ പറയുന്നു 1 യോഹന്നാൻ 1:9, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അതുകൊണ്ട് എത്ര വലിയ പാപത്തിൻ്റെ ബന്ധനത്തിലാണെങ്കിലും, എത്ര വലിയ പരാജയത്തിൻ്റെ അനുഭവത്തിലാണെങ്കിലും, കർത്താവേ ഞാനൊരു പാപിയാണ്, എന്നോട് കരുണ തോന്നണമേ, അവിടുത്തെ പരിശുദ്ധമായ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ എന്ന് ഹൃദയത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പാപമോചനം പ്രാപിക്കുന്നുവെങ്കിൽ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി ആ നിമിഷം മാറുകയാണ്. അതുകൊണ്ട്
പ്രത്യേകമായിട്ട് വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും പരിശോധിക്കുക, എൻ്റെ മക്കൾ പാപത്തിൻ്റെ ബന്ധനത്തിലാണോ, ഞാൻ പാപത്തിൻ്റെ അടിമത്വത്തിലാണോ എങ്കിൽ യേശുവിനെ മുറുകെ പിടിക്കുക, അവൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുക, ഒരു വിശുദ്ധ ജീവൻ നയിക്കുവാൻ യേശുവിനെ പ്രതി കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവൻ നയിക്കുവാൻ തീരുമാനമെടുക്കാം. അതിനായി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. വീണ്ടും ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ വിജയം പ്രാപിക്കാൻ കഴിയാത്തതിൻ്റെ മറ്റൊരു കാരണം, ഇന്ന് അനേകം വിദ്യാർത്ഥികൾക്ക് ലക്ഷ്യബോധമില്ല. ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് പായുന്ന ഒരു പടക്കുതിരയെ പോലെയാണ് ഇന്ന് അനേകം യുവജനങ്ങൾ, അനേകം വിദ്യാർത്ഥികൾ. ഇന്ന് മാതാപിതാക്കൾക്ക് ഇതെല്ലാം വ്യക്തമായിട്ടറിയാം. എൻ്റെ മക്കൾ ലക്ഷ്യമില്ലാതെയാണ് പോകുന്നത് എന്ന് അവർക്കറിയാം. എന്നാൽ അവർക്ക് ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ കഴിയാത്തതിന് കാരണം ഇന്ന് പല മാതാപിതാക്കളുടെ ജീവിതത്തിലും ലക്ഷ്യബോധമില്ല. വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള മനോഭാവത്തോടെ ജീവിക്കുന്ന അനേകം മാതാപിതാക്കളാണ് ഇന്ന് കാണുന്നത്. എന്ത് പ്രതിസന്ധി വന്നാലും അതിനൊക്കെ ജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ ദൈവമില്ലെങ്കിലും ജീവിക്കാം, ദൈവത്തെപ്പോലും അതിജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അങ്ങനെ ഈ കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്യുന്ന, ലക്ഷ്യബോധമില്ലാതെ യാത്ര ചെയ്യുന്ന മാതാപിതാക്കളുടെ മക്കളും ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന മക്കളായിരിക്കും. അതുകൊണ്ട് പഠിക്കുന്ന, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന, നല്ലൊരു ഭാവി ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും ലക്ഷ്യമുള്ളവരായിരിക്കണം. കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. 2 കൊരിന്ത്യർ 4:18 ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളുമാണ്. ഇവിടെ പരിശുദ്ധനായ പൗലോസ് ഒരു കാര്യം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. അതായത് നമ്മളിന്ന് കാണുന്നവയെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല നമ്മൾ പോകേണ്ടത്. കാണുന്ന നമ്മുടെ ജീവിതത്തിൽ പരാജയമാണ്, പ്രതിസന്ധിയാണ്, പ്രശ്നങ്ങളാണ്, പ്രതികൂലങ്ങളാണ്, രോഗങ്ങളാണ്, കഷ്ടതയാണ്, ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്. നാം ഇന്ന് കാണുന്ന പ്രതിസന്ധിയിലേക്ക് നോക്കിയാൽ നമുക്ക് ലക്ഷ്യം തെറ്റും. അങ്ങനെ ലക്ഷ്യം തെറ്റിയവരാണ് ഇന്ന് അനേകം പേര് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്, അനേകം പേര് ആത്മഹത്യ ചെയ്യുന്നത്, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നവർ ലക്ഷ്യബോധമില്ലാത്തവരാണ്. അതായത് എൻ്റെ ജീവിതം തീർന്നു, ഇനി എനിക്ക് ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എൻ്റെ ജീവിതം പരാജയമാണ്, എൻ്റെ വിധിയാണത്. അല്ലെങ്കിൽ ലോകത്തെ പഴിച്ച്, സ്വയം പഴിച്ച്, ദൈവത്തെ പഴിച്ച് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ലക്ഷ്യമില്ലാത്തവരാണ്. അതായത് നീ കാണുന്നവയെ ലക്ഷ്യം വയ്ക്കുകയാണ്. കാണുന്നതെല്ലാം പരാജയമാണ്, ദൃശ്യമായതെല്ലാം, വചനം പറയുകയാണ്, ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, നശിച്ചു പോകുന്നതാണ്, തീർന്നു പോകുന്നതാണ്, മാറിപ്പോകുന്നതാണ്. എന്നാൽ അദൃശ്യങ്ങൾ അനശ്വരങ്ങളാണെന്ന് പരിശുദ്ധനായ പൗലോസ് പഠിപ്പിക്കുക. അതായത് ദൃശ്യമല്ലാത്തവയെ ദൃശ്യമായി കണ്ടുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു വിശ്വാസി എന്ന് പറയുന്നത്. യഥാർത്ഥമായ വിശ്വാസം എന്നത് കാണുന്നതല്ല, കാണപ്പെടാത്തത് കാണുന്നതാണ് യഥാർത്ഥമായ വിശ്വാസം. ഇന്ന് കാണുന്നതെല്ലാം പരാജയമാണ്, എന്നാൽ എൻ്റെ മുന്നിൽ ഒരു വിജയമുണ്ട് എന്നുള്ള ആ ദൃഢവിശ്വാസത്തോടെ, ആ ലക്ഷ്യം നോക്കി യാത്ര ചെയ്യുന്നവർക്കാണ് വിജയം പ്രാപിക്കാൻ സാധിക്കുന്നത്. നാം ഈ കാണുന്ന ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതിനപ്പുറം ഒരു വിശാലമായൊരു പാതയുണ്ട് എന്ന് നാം മനഃപൂർവ്വമായിട്ട് വിശ്വസിക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കയറ്റം കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഇറക്കമുണ്ട്. അവിടെ ഒരു ആശ്വാസം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഈ കയറ്റം കയറുന്നത്. രാത്രി കഴിയുന്നൊരു സമയമുണ്ട്, ഈ അന്ധകാരം മാറി പ്രകാശത്തിലേക്ക് കടന്നു വരുന്നൊരു നിമിഷമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു സഹനമുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ ഒരു അനുഗ്രഹമുണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്. ജീവിതത്തിൽ എന്നും കഷ്ടതയാണ്, എന്നും ദുഃഖമാണ്, എന്നും ദാരിദ്ര്യമാണ് എന്ന് ചിന്തിക്കരുത്. നാം അദൃശ്യമായവയെ കണ്ട് അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം വിശ്വാസ വീരന്മാരായിരുന്നു. അവർ ഈ ലോകത്തിലേക്ക് നോക്കിയല്ല അവർ ജീവിച്ചത്. അവർ ലക്ഷ്യം സ്വർഗമായിരുന്നു. ആ സ്വർഗം ലക്ഷ്യമാക്കി അവർ അധ്വാനിച്ചപ്പോൾ സകലതിനെയും ഛേദമെന്നെണ്ണി, പട്ടിണിയോ മരണമോ വാളോ എന്തു വന്നാലും
എൻ്റെ കർത്താവിൻ്റെ സ്നേഹം തന്നെ വേർപിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് ചിന്തിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് അവരുടെ യാത്രയായിരുന്നു. അതുകൊണ്ടവർ ആ ലക്ഷ്യത്തിലെത്തി. നമുക്കറിയാം, ഓടുവാൻ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ലക്ഷ്യം അതിൻ്റെ ഒന്നാം സ്ഥാനമാണ്. ഓടുന്ന എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാം സ്ഥാനമാണ്. ആ ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടിയുള്ള അധ്വാനമാണ് ആ മനുഷ്യൻ്റെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം എത്രമാത്രം ലക്ഷ്യബോധത്തോടെ അദൃശ്യമായവ കണ്ടുകൊണ്ട് അനശ്വരമായവ നേടുവാൻ വേണ്ടി എത്രമാത്രം ദാഹത്തോടെ ആഗ്രഹത്തോടെ നാം പരിശ്രമിക്കുന്നോ അവിടെ വിജയമുണ്ട് എന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. കൊളോസ്യസ് ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യത്തിലൂടെ പൗലോസ് പഠിപ്പിക്കുകയാണ്, ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയത്രേ അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്. ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ്. എന്തിനാ ദൈവം എനിക്ക് ഈ ശക്തി നൽകിയിരിക്കുന്നത്? എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടിയാണ്. ഇത് പരിശുദ്ധനായ പൗലോസിന്റെ സ്വർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ലോകത്തിൽ തീർന്നു പോകുന്ന നശ്വരമായ ഈ ലോകത്തിൽ നിന്ന് അനശ്വരമായ നിത്യമായ സ്വർഗം ഞാൻ ലക്ഷ്യമാക്കുമ്പോൾ ഞാൻ കഠിന പ്രയത്നം ചെയ്യുകയാണ് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി. അതെൻ്റെ സ്വന്തം ശക്തിയാലല്ല, ദൈവശക്തിയാൽ. ഇന്ന് പരാജയം അനുഭവിക്കുന്ന ആരെങ്കിലും സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് കഠിനാധ്വാനത്തോടെ ലക്ഷ്യത്തിലേക്ക് ഇന്ന് യാത്ര ചെയ്യുന്നുവെങ്കിൽ വിജയം ഉറപ്പാണ്. ഇത് പരിശുദ്ധനായ പൗലോസ് തൻ്റെ അനുഭവത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ പരാജയം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പഠനത്തിൽ പരാജയം അനുഭവിക്കുന്ന ആരെങ്കിലും, പരീക്ഷയിൽ പരാജയം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ പരിശുദ്ധനായ പൗലോസ് പറയുക, ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ വിജയം പ്രാപിക്കും. പലപ്പോഴും ഈ ദൈവത്തിലേക്ക് തിരിയുവാനോ ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കാനോ കഠിനാധ്വാനം ചെയ്യാനോ മനസ്സില്ലാത്തത് കൊണ്ടാണ് ഇന്ന് പലരും ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയാത്തത്, പരാജയം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, നമുക്കൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യബോധത്തോടെ ആയിരിക്കണം നമ്മുടെ ജീവിതയാത്ര. പഠനമായാലും പരീക്ഷയായാലും ഭാവി ജീവിതമായാലും നമുക്ക് ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിലെത്താനുള്ള കഠിന പ്രയത്നം നമ്മുടെ വിശ്വാസത്തെ പ്രതിയാണ്. അതായത് കാണപ്പെടാത്തത് കണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ എനിക്ക് ലഭിക്കാത്ത വിജയം ഞാൻ കണ്ട്, ഉയർച്ച കണ്ട്, അഭിവൃദ്ധി കണ്ട്, എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് നൽകാൻ പോകുന്ന എല്ലാ നന്മകളും ഞാൻ വിശ്വാസത്താൽ കണ്ട് അത് പ്രാപിക്കാനുള്ള കഠിനാധ്വാനം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിശ്വാസം എന്ന ശക്തിയാലാണ്. പരിശുദ്ധനായ പൗലോസ് ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി അത്രേ അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിയാകുന്ന വിശ്വാസത്തിൻ്റെ ശക്തിയാൽ കഠിനാധ്വാനം ചെയ്യുവാൻ, ലക്ഷ്യം പ്രാപിക്കുവാൻ നാം ഉത്സാഹിക്കണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിജയം പ്രാപിക്കാൻ മൂന്നാമത്തെ കാരണം അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തി തീവ്രമായ താല്പര്യമാണ്. അത് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും, ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിലും, വിവാഹം നടക്കാനോ കുഞ്ഞുങ്ങളുണ്ടാകാനോ ഒരു ഭവനം പണിയുവാനോ ജീവിതത്തിൽ അനേക നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ മേൽ ഭാരത്തോടെ നൊമ്പരത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ വിജയം പ്രാപിക്കാൻ ആ വ്യക്തി ചെയ്യേണ്ട ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് തീവ്രമായ താല്പര്യമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യം വചനങ്ങൾ നന്മ കാണുമ്പോൾ മനുഷ്യൻ അതിനെ മാതൃകയാക്കുന്നു, അപ്രത്യക്ഷമാകുമ്പോൾ അതിനെ തീവ്രമായി കാക്ഷിക്കുന്നു, എല്ലായ്പ്പോഴും അത് വിജയ കിരീടമണിഞ്ഞ് മുന്നേറുന്നു, കളങ്കമേശാത്ത സമ്മാനങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയം വരിക്കുന്നു. മഹാജ്ഞാനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്, അതായത് തീവ്രമായി കാക്ഷിക്കുന്നവർക്ക് വിജയ കിരീടം ഉണ്ട്. തീവ്രമായൊരു താല്പര്യം. അതായത് നമുക്കറിയാം, ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ എത്രയോ പ്രാവശ്യം വീണു പോകുന്നുണ്ട്. ഒരു പ്രാവശ്യം വീഴുമ്പോൾ ഇനി എനിക്ക് നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് അവിടെ കിടക്കുന്നില്ല.
നമുക്കറിയാം, നമ്മളെല്ലാം ഇതുപോലെ വളർന്നവരാണ്. ജീവിതത്തിൽ വീണ് എഴുന്നേറ്റവരാണ്. വീഴാതെ ആരും എഴുന്നേറ്റിട്ടില്ല. നമ്മുടെ എല്ലാം കുഞ്ഞുനാളിൽ ഒത്തിരി വീണാണ് നമ്മൾ എഴുന്നേൽക്കാൻ പഠിച്ചത്. അതായത് ഞാൻ വീണല്ലോ എന്നോർത്ത് വീണെടുത്ത് കിടക്കുന്നത് പരാജയമാണ്. വീഴ്ച ആർക്കും സംഭവിക്കാം, എവിടെ വേണമെങ്കിലും വീഴാം. വീണെടുത്ത് കിടക്കുന്ന സുബോധമില്ലാത്ത വ്യക്തിയാണ്. വീണു എന്ന് തോന്നിയാൽ അവിടെ എഴുന്നേൽക്കാനുള്ള ആ താല്പര്യമാണ്, തീവ്രമായ താല്പര്യമാണ് ആ വ്യക്തിയുടെ വിജയമെന്ന് പറയുന്നത്. നമുക്കറിയാം, പഠിക്കുന്ന വിദ്യാർത്ഥികൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരാജയം സംഭവിക്കുമ്പോൾ അവരെ മാതാപിതാക്കൾ കുറ്റപ്പെടും. നീ എന്തിനാണ് പഠിക്കുന്നത്, നിനക്ക് വീട്ടിലിരിക്കാൻ പാടില്ലേ? അധ്യാപകർ കുറ്റപ്പെടുത്തും, മാതാപിതാക്കൾ നിന്ദിക്കും. നിന്നേക്കാൾ ഭേദ മറ്റവൻ, അവനെ കണ്ടുപിടി, അവളെ കണ്ടുപിടി, നീ എന്തിനാ പഠിക്കാൻ പോകുന്നത്, നീ എന്തിനാ ഈ സ്കൂളിൻ്റെ അഭിമാനം കളയാൻ വേണ്ടി വന്നിരിക്കുന്നത്? ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ, മുറിപ്പെടുത്തുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അതോടുകൂടി തീരുന്നതാണ് പല കുഞ്ഞുങ്ങളുടെയും പഠനമെന്ന് പറയുന്നത്. എന്നാൽ ആരെല്ലാം എന്നെ കുറ്റപ്പെടുത്തിയാലും എന്നെ ഒറ്റപ്പെടുത്തിയാലും എനിക്ക് ലക്ഷ്യമുണ്ട്. ഞാൻ വീണാലും എൻ്റെ ദൈവം എന്നെ ഉയർത്തും. ഞാൻ വീണാലും ഞാൻ എഴുന്നേൽക്കും, എൻ്റെ ദൈവം എന്നെ എഴുന്നേൽപ്പിക്കും. നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയില്ലെങ്കിൽ നമ്മെ സഹായിക്കാൻ കഴിയുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവമായ കർത്താവ് പറയും, ഇതാ ഞാൻ നിൻ്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു. നാം വീണ് കിടക്കുന്നിടത്ത് നമ്മെ പിടിക്കാൻ ഒരുപക്ഷെ മാതാപിതാക്കൾ ഉണ്ടായിരിക്കണമെന്നില്ല, അധ്യാപകരുണ്ടായിരിക്കണമെന്നില്ല, കൂടെ പഠിക്കുന്ന കൂട്ടുകാരുണ്ടായിരിക്കണമെന്നില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മൾ വാഗ്ദാനം ചെയ്യേണ്ട, ഭയപ്പെടണം, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കൈവിടാത്ത, നമ്മുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്നൊരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എവിടെ വീണാലും അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നമുക്കുണ്ടായിരിക്കേണ്ടത് എഴുന്നേൽക്കാനുള്ളൊരു ആഗ്രഹമാണ്, ഒരു താല്പര്യമാണ്. നമുക്കറിയാം, യേശുവിൻ്റെ അരികിൽ വന്ന പല വ്യക്തിയുടെ യേശു, നീ വിശ്വസിക്കുന്നുവോ, നീ സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അന്ധനായ ബർത്തിമയോട് യേശു ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നോക്കി ആ ആഗ്രഹത്തെ പ്രതി അത്ഭുതം പ്രവർത്തിക്കാൻ യേശു നിൻ്റെ അരികിലുണ്ട്. അതായത് എവിടെയാണോ വീണ് കിടക്കുന്നത് അവിടെ വിജയം പ്രാപിക്കാൻ നാം ചെയ്യേണ്ടത് അമിതമായ ആഗ്രഹമാണ്, താല്പര്യമാണ്. എനിക്ക് ജയിക്കണം, എനിക്ക് പഠിക്കണം, എനിക്ക് ജയിക്കണം, എനിക്ക് മുന്നേറണം, എനിക്ക് ലക്ഷ്യത്തിലെത്തണം. ഞാനിനി ഒരിക്കലും പാപത്തിലേക്കില്ല, ഇനി ഞാൻ ഒരിക്കലും അശുദ്ധിയിലേക്കില്ല, ഇനി ഞാൻ ഒരു പാപത്തിനും അടിമയാകില്ല, ഞാനിനി ഫോണിന് അഡിക്ഷനാകില്ല, മദ്യത്തിന്, മയക്കുമരുന്നിന്, ഒന്നിനും ഞാൻ അടിമയാകില്ല. ഞാൻ എൻ്റെ കർത്താവിനെ പ്രതി, എനിക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യം നോക്കി ഞാൻ അധ്വാനിക്കും, ഞാൻ ആഗ്രഹത്തോടെ മുന്നേറും. ഇത് ഒരു വ്യക്തിയുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഉറപ്പാണ് ആ വ്യക്തിക്ക് വിജയം. അതുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തിലേക്ക് വിശുദ്ധിയോടെ നല്ലൊരു ഓട്ടം ഓടുവാൻ ഹൃദയത്തിൽ അമിതമായൊരാഗ്രഹം നമുക്കുണ്ടാക്കിയെടുക്കാം. അതിനായി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ പരാജയം ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇതാ ദൈവം നൽകുന്ന പ്രത്യാശയുടെ വചനങ്ങളാണ്. നീ അത്യുത്സാഹത്തോടെ, ആഗ്രഹത്തോടെ, കഠിനമായി അധ്വാനിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ മുന്നേറുക. നിനക്ക് വിജയം ഉറപ്പാണ്. ആ ഉന്നത വിജയത്തിന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കണ്ണുകടയ്ക്കാം. ബാറക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കും ഞങ്ങളുടെ സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി നന്ദി പറയുന്നു. ജീവിതത്തിൽ പരാജയപ്പെട്ടുപോയ, തോറ്റുപോയ, വീണ് കിടക്കുന്ന അനേകം വ്യക്തികളാണ് കർത്താവ് ഈ സ്വരം കേൾക്കുന്നത്. വീണ്ടെടുത്ത് എഴുന്നേൽക്കാൻ കഴിയാതെ, ആരും സഹായിക്കാനില്ലാതെ, വേദനയോടെ, ദുഃഖത്തോടെ, ഭാരത്തോടെ, നൊമ്പരത്തോടെ വേദനിക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ മുറിവിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവേ, നിൻ്റെ വലങ്കരത്തിൽ പിടിച്ച് എഴുന്നേൽക്കുവാൻ, പാപത്തിൽ നിന്ന്, ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന്, ജഡത്തിൻ്റെ ആഗ്രഹത്തിൽ നിന്ന്, പല അടിമത്വത്തിൽ നിന്ന്, മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, പുകവലിയുടെ, ഫോണിൻ്റെ, ഓൺലൈൻ മീഡിയയിലുള്ള അടിമനുഭവത്തിൽ നിന്ന് കർത്താവെ എന്നേക്കുമായി വിടുതൽ പ്രാപിച്ച് എഴുന്നേൽക്കുവാൻ ലക്ഷ്യബോധത്തോടെ യേശുവേ നീ നൽകുന്ന ഉന്നതമായ വിജയം ലക്ഷ്യമാക്കി മുന്നേറുവാനുള്ള കൃപയും ശക്തിയും അഭിഷേകവും നിൻ്റെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും വിജയം നൽകണം, വീണ്ടെടുത്ത് എഴുന്നേൽക്കുവാനുള്ള കൃപ നൽകണം, ലക്ഷ്യത്തെറ്റാതെ മുന്നേറുവാനുള്ള കൃപയും ശക്തി അഭിഷേകവും നൽകണം. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അമ്മ മധ്യസ്ഥം വഹിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളുമേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ.
ജീവിതത്തിൽ എല്ലാ മേഖലയിലും മുന്നേറിയ വിജയം പ്രാപിച്ച സ്വർഗം പ്രാപിച്ച സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പിതാവെല്ലാം മഹത്വം യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ. Beshmadi